ഇരട്ടക്കൊലപാതക കേസിലെ രണ്ടാം പ്രതിയായ വിഷ്ണുവിനെ മാപ്പുസാക്ഷിയാക്കാൻ പോലീസ്. സംഭവത്തിന് മറ്റ് ദൃക്സാക്ഷികൾ ഒന്നുമില്ലാത്തതിനാലാണ് പോലീസിന്റെ തീരുമാനം. മാപ്പുസാക്ഷിയാക്കാൻ തയ്യാറാണെന്ന് വിഷ്ണു കോടതിയിൽ അപേക്ഷ നൽകി. കട്ടപ്പന കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വിജയനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് മകൻ കൂടിയായ വിഷ്ണു. സഹോദരിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതിയും. രണ്ട് കേസിലും ഒന്നാം പ്രതി പുത്തൻപുരയ്ക്കൽ നിതീഷാണ്. നിതീഷിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് വിജയനും കുടുംബവും കഴിഞ്ഞിരുന്നത്. വർഷങ്ങളായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കാത്തതിനാൽ വിജയന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതിനാൽ തന്നെ വീട്ടിൽ നടന്ന കൊലപാതകങ്ങൾ സംബന്ധിച്ച് മറ്റാർക്കും അറിയാൻ കഴിഞ്ഞില്ല. കേസിന് കൂടുതൽ ബലം കിട്ടാൻ പ്രതികളിലൊരാളെ മാപ്പുസാക്ഷിയാക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിരുന്നു. നിതീഷിന്റെ ഭീഷണിയിൽ നിന്നും മുക്തനായതോടെ മാപ്പുസാക്ഷിയാകാൻ വിഷ്ണു തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് കട്ടപ്പന കോടതിയിൽ അപേക്ഷ നൽകി. കോടതി വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിനുശേഷമാണ് മാപ്പുസാക്ഷിയാകാൻ അനുമതി നൽകിയത്. ഇതിന്റെ ഭാഗമായി വിഷ്ണുവിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. നിതീഷിനെതിരെയുള്ള ശക്തമായ തെളിവുകളിലൊന്നായി പോലീസിന് ഇത് ഉപയോഗിക്കാൻ കഴിയും. നിതീഷ് മുട്ടം സബ് ജയിലിലും വിഷ്ണു പീരുമേട് സബ് ജയിലിലുമാണ് ഇപ്പോൾ കഴിയുന്നത്. വിജയന്റെ ഭാര്യ കോട്ടയത്ത് വനിതകളുടെ ജയിലിലാണ്. ഇടുക്കി.